ഹലോ ഗായ്സ്, അതെ ഒരു KSRTC യാത്ര പോയാലോ? ഉമ്മയും ഫ്രണ്ട്സും KSRTCക്ക് പോയ കാഴ്ചകളാണ് കാണുന്നത്. വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയ യാത്രയാ സൗത്തിൽ നിന്നാണ് തുടങ്ങിയത്. ബസ്സിലെ അഭിലാഷേട്ടൻ യാത്രേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഫസ്റ്റത്തെ പോയിന്റാണ് റാണിക്കല്ല്. രാജഭരണത്തിൻ്റെ അടയാളമാണ് റാണിക്കല്ല്. ഹൈ റേഞ്ചിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് സ്ഥാപിച്ചതാണ് ഈ കല്ല്. ഇടുക്കി ജില്ലയിലെ നേര്യമംഗലത്താണ് ഈ റാണിക്കല്ല് ഉള്ളത്. വണ്ടി അവിടെ നിന്ന് പതുക്കെ എടുത്തു. ചെറിയൊരു കോടുമഞ്ഞൊക്കെ തുടങ്ങി. ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ള ചീയപ്പാറ വെള്ളച്ചാട്ടം. മൂന്നാറിലേക്കുള്ള ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കു കൂടിയാണ് റോഡ് പോണേ. റോഡിൻ്റെ 2 വശം നോക്കിയാലും വെള്ളച്ചാട്ടം നോക്കാൻ പറ്റും. മഴ പെയ്തു തുടങ്ങിയപ്പോൾ വെള്ളമൊക്കെ ഇച്ചിരി വന്നുണ്ട്. ശക്തമല്ല, വെള്ളത്തിന് ഫോഴ്സ് ഉണ്ട്. ഒരു 10 മിനിറ്റാണ് ഇവിടെ ബസ് നിർത്തുക. ആവശ്യത്തിന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ സമയം കിട്ടും. അതിൻ്റെ കുറച്ച് അടുത്തും കൂടി എത്തുമ്പോൾ വേറൊരു വെള്ളച്ചാട്ടം കാണാം. അത് നേരെ ഇതായിട്ടാണ് ഒഴുകുന്നത്. അടി ടൗണിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ ആളുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പം കഴിച്ചു മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ചെറിയൊരു ബ്ലോക്ക് കിട്ടി. നല്ല തണുപ്പായിരുന്നു. ഇതാ കാണുന്നത് KSRTC ബസ്സാണ്. അതൊരു ഫുഡ് ട്രക്കായിരിക്കുക. അതിൻ്റെ മുകളിലും താഴത്തൊക്കെ കഴിക്കാൻ സ്ഥലമുണ്ട്. പള്ളിവാസൽ, അതാണ് സ്ഥലത്തിൻ്റെ പേര്. അത് ഗ്രാമപ്രദേശമാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പള്ളിവാസൽ കാണാൻ ഒരുങ്ങി. അവിടെ നല്ല തിരക്കാണ് ഗൈസ്, നടക്കാൻ പോലും പറ്റില്ല. വ്യൂ കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നിന്ന് നോക്കിയാൽ ഒരുപാട് തേയിലത്തോട്ടം കാണാൻ പറ്റും. നല്ലൊരു സീനറി ആണ് ഇവിടെ. അവിടെ ഒരു ചേട്ടനുണ്ട്. പുള്ളീൻ്റെ കയ്യിൽ തേയില മുള്ളിയിടുന്ന കൊട്ടയുണ്ട്. അത് വെച്ച് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. അവിടെ വെള്ളം കണ്ടോ? അതാണ് ഇടുക്കി ഡാം. ഇവിടെ നിന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റും. അടുത്തറിയാം വലിയ ഇടുക്കി ഡാം ചെറുതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവിടെ കൂടെ വണ്ടികളൊക്കെ പോണ കാണാം. കുടമഞ്ഞ് അടങ്ങിത്തുടങ്ങി കാഴ്ചയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്പീക്കറായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഇഷ്ടമുള്ള പാട്ട് വെക്കാം. എല്ലാം വൈവായിരുന്നു. വൈവോടെ വൈവ് അടിച്ച് പൊളിച്ച് തീർത്തു. ഡാൻസ് കളിച്ച് തീർത്തു. മൂന്നാർ ടൗണിലേക്ക് എത്തിത്തുടങ്ങി. മൂന്നാറിലെ പാർക്കാണത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, എയർ ഡ്രോപ്പ് ഉണ്ട്, സൈക്കിൾ മേളിൽ കൂടെ ഓടിക്കുന്നുണ്ട്. ഒരുപാടുണ്ട്. പെട്രോൾ പമ്പ് ആണെങ്കിലും വെൽക്കം ടു മൂന്നാറിൻ്റെ ബോർഡ് കണ്ടു. മനസ്സിന് സുഖം. കുളം നാഷണൽ പാർക്ക് എത്തി. അവിടെ ഭയങ്കര ക്രൗഡാണ് ഗായ്സ്. നല്ല തിരക്കാണ് അവിടെ. വണ്ടികളൊന്നും പോണില്ല. ഞങ്ങൾക്ക് തന്നെ 2 മണിക്കൂർ തന്നെ ബ്ലോക്ക് കിട്ടി. കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്നത് കണ്ടോ? മര്യാദക്ക് പാർക്ക് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് പോവാറ്. നല്ല ബ്ലോക്കാണ് ഗായ്സ്. ഇപ്പോഴൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ തോന്നുന്നില്ല. ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിരുന്നു. സിംഹവാല കുരങ്ങനെ കണ്ടു. ഒന്നല്ല കേട്ടോ, 2-3 എണ്ണം. അത് പഴം കഴിച്ചോണ്ടിരിക്കുക. എന്തൊക്കെയോ പറിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ ബ്ലോക്ക് ഇപ്പോഴൊന്നും തീരൂലെന്ന്. ഇതാണ് ഞങ്ങൾ വരുത്തിച്ച ബ്ലോക്ക്. പതിക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ 6000 അടി മുകളിലാണ് നിൽക്കുന്നത്. ഭൂമിയിൽ നിന്ന് 6000 അടി മുകളിൽ നിൽക്കുമ്പോൾ ഒടുക്കത്തെ തണുപ്പ, ഒരു രക്ഷയില്ല. 1 മണിയായി. ടീ ഫാക്ടർ എത്തി. തേയില പ്ലാന്റേഷൻ അതിലൂടെ നടന്നു. തേയിലയും മുട്ടായിയൊക്കെ വാങ്ങി. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. റെഡ് കളറ് വാഹനം പോക്കുന്ന സമയമാണിത്. വഴി നിറച്ചും വാഗമരം പൂത്തുഴഞ്ഞു നിൽക്കുന്നു.
റോഡിൻ്റെ ഒരു വശത്തും കൂടി ഉണ്ട്. ഒരു ഫോട്ടോ പോയിന്റ് ആണ്. ഇതൊക്കെ റീൽസ് ഒക്കെ എടുക്കാനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പൂ തുലന്ന് നിൽക്കുന്ന വാഗപ്പൂക്കൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. കാടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. കാട്ടുപോത്തും മാനും ആനയും. ഭാഗ്യമുണ്ടെങ്കിൽ ഇവരിനെയൊക്കെ കാണാം. മാനിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഫ്ലവറിങ് ടൈം ആയതുകൊണ്ട് നിറയെ പൂക്കൾ കാണാൻ പറ്റും. കൊന്നപ്പൂവ് നിറഞ്ഞു നിൽക്കുക. ആ കാട്ടിൻ്റെ അണ്ണാനാണ് ആ മുകളിലുള്ളത്. ഒരു കറുകറുത്ത അണ്ണാൻ. വേറെ കണിക്കുന്ന സ്ഥലത്താണ് ചന്ദനക്കാടുള്ളത്. നിറയെ മൃഗങ്ങളുള്ള കാടാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മറയൂരിൽ നിന്നാണ് ഉച്ചക്കത്തെ ലഞ്ച്. ഒരുപാട് ഐറ്റംസ് നല്ല വീട്ടിൽ ഊണ്. അടിപൊളി ടേസ്റ്റ്. കഴിഞ്ഞപ്പോൾ തന്നെ ട്രക്കിങ്ങിന്റെ ടൈമായി. ഈ കിടക്കുന്ന ജീപ്പുകളൊക്കെ ഞങ്ങൾക്ക് പോകാനുള്ളതാ. സെൽവൻ ചേട്ടന്റെ ജീപ്പിലാണ് ഞങ്ങൾ കയറിയത്. ആ ചേട്ടൻ പൊള്ളി ഡ്രൈവിംഗ്. ആ ചേട്ടൻ ഓരോന്ന് നിർത്തി കാണിച്ചു തന്നു. ആദ്യം പോകുന്നത് മുരുകൻപാറയിലേക്കാണ്. നല്ല ഓഫ് റോഡാണത്. മുരുകൻപാറയുടെ പ്രത്യേകത ഒരു മുരുകന്റെ അമ്പലം ഉണ്ടായിരുന്നു. ഈ ഷീറ്റിട്ട് കാണുന്നതാണ് അമ്പലം. പിന്നെ അവിടെ കുറേ മുനിയറകളുണ്ട്. ഇവിടെ നിന്നാൽ അതെല്ലാം കാണാൻ പറ്റും. ദൂരെ കാണുന്ന ആദിവാസികളുടെ വീടുകളിൽ കാണാം.
മുറിക്കാൻ പാറയെന്ന് ഇറങ്ങിയപ്പോ ആ ചേട്ടൻ ഞങ്ങൾക്ക് പുൽത്തൈലത്തിന്റെ ചെടി വച്ചു. വീണ്ടും ചന്ദ്രകാണ്ടുള്ളിയിൽ കൂടെ ട്രക്കിങ് തുടങ്ങി. അതുകൊണ്ട് നല്ലൊരു വാട്ടർഫോൾസ്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞതാണേ, അതും ഇവിടെ വന്ന് ചാടല്ലേ. ഇവിടെ നമ്മ പോകുന്നത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാ. ഇല്ലച്ചിൽ പാറ വെള്ളച്ചാട്ടം. ജീപ്പിന് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. സീസൺ ടൈം അല്ലാത്ത കൊണ്ട് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാലും ആവശ്യത്തിന് വെള്ളമുണ്ട്. കുളിക്കാൻ വേണമെങ്കിൽ നല്ല തണുത്ത വെള്ളം. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ഈ പാലത്തിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. കയറിയപ്പോൾ സെൽവൻ ചേട്ടൻ ഒരു സർപ്രൈസ് ആണ്, ഒരു മധുരമുള്ള പ്ലംസ്. അടുത്തത് ജഗറി ഫാക്ടറി. ഇവിടെ നിന്ന് നമുക്ക് ജഗറി വാങ്ങിക്കാം, ജ്യൂസ് കുടിക്കാൻ ഉണ്ടാക്കുന്നത് കാണാനും പറ്റും. കണ്ണക്കുഴലിലൂടെ കരിമ്പൻ ജ്യൂസ് ഈ വലിയ ട്രെയിനിലേക്ക് വന്ന് വീഴും. അവിടെ കിടന്ന് ഉരുകി ശർക്കരയായിട്ട് ആടും. സെൽവം ചേട്ടൻ ലാസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. മരം സ്വിമ്മിങ് ഷൂട്ട് ചെയ്ത വ്യൂ പോയിന്റ് ആണിത്. ഫിലിം ഷൂട്ട് ചെയ്ത എയർ മാളം അതേപോലെ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. അതിന് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നിറയെ പുൽത്തൈലത്തിൻ്റെ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ സ്ട്രോബെറി ഫാം ഉണ്ടായിരുന്നു. സ്ട്രോബെറി ജ്യൂസ് നല്ല നാച്ചുറൽ ജ്യൂസ്. ഷൂട്ട് പോയിന്റിൽ നല്ലൊരു ഭംഗിയുള്ള വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിറയെ കാറ്റുള്ള പണ്ടത്തെ വൈക്കോല് കൊണ്ടുണ്ടാക്കിയ വീട്. അവിടെ ഫുൾ തൈലം വാങ്ങിക്കാൻ പറ്റും. ടൈപ്പ് ടോയ്ലറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് വിശ്വസിച്ചെടുക്കാൻ പറ്റിയില്ല. ഒന്നിറങ്ങിയപ്പോൾ രാത്രിയായി. നിറയെ വ്യൂ കാണാൻ പറ്റി. തിരി പൊറോട്ടയും ചിക്കനും കഴിച്ചു. അങ്ങനെ സൗത്തിലെത്തി ഡ്രൈവറിനും അഭിലാഷ് ചേട്ടനും നന്ദി പറഞ്ഞു.